ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് കർത്താവിൻ്റെ കരുണയെ അയച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം. കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ അവിടുന്ന് അനന്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണയും വാത്സല്യവും വർഷിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് അനന്തമായ കാരുണ്യം എന്ന് പറയാൻ കാരണം ആ വ്യക്തി പിന്നെ നാശത്തിലല്ല, ആ വ്യക്തി രക്ഷയിലാണ്. അവസാനം വരെ ദൈവത്തിൻ്റെ കരുണയിലൂടെ ആ വ്യക്തി സംരക്ഷിക്കപ്പെടുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയർ ഗ്രൂപ്പ് 198 സന്ദേശം: എൻ്റെ മകളെ, നിന്റെ വിശ്വാസവും സ്നേഹവും എൻ്റെ നീതിയെ തടസ്സപ്പെടുത്തുന്നു. നീ എന്നെ തടയുന്നത് മൂലം എനിക്ക് ശിക്ഷ നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ല. ഓ, വിശ്വാസമുള്ള ഒരാത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ്! ഈശോ എപ്രകാരം പിതാവായ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതും. ഈശോയാണ് ഏക മധ്യസ്ഥൻ, ഏകരക്ഷകൻ ഈശോയാണ്. എങ്കിലും നമുക്ക് ആ ഈശോയിൽ ഒരു പങ്കുണ്ട്. ഈശോയിൽ അവിടുത്തെ മധ്യസ്ഥൻ എന്ന ആ ഒരു സ്ഥാനത്ത് നമുക്കൊരു പങ്കുണ്ട്. കാരണം നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മധ്യസ്ഥത വഹിക്കേണ്ടവരാണ്. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ രക്ഷ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവന് വേണ്ടി നമ്മൾ അവിടുത്തെ കാരുണ്യത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കാരുണ്യത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ത്യാഗമെടുത്തുകൊണ്ട് ദൈവകരുണയെ അയച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഒരിക്കലും നാശകരമായിട്ട് ഈ ഭൂമിയിലേക്ക് പതിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുന്ന് നോക്കുന്നത് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെയാണ് നോക്കുന്നത്. അനേകരുടെ പാപങ്ങളെ കഴിഞ്ഞും ഒരാത്മാവിൻ്റെ രക്ഷയാണ് ദൈവം പരിഗണിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനെയും അവിടുത്തെ കരുണയിലേക്ക്, പ്രത്യേകിച്ച് ദൈവം നമ്മളെ പരമേൽപ്പിച്ച സകലതയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.